നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജി സംഭവമല്ല. ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ബേസിക്കലി. ഞാൻ അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ശരീരത്തിൻ്റെ മുകളിൽ താഴെ ആളില്ല, എൻ്റെ മുകളിൽ താഴെ ആളില്ല. നമ്മുടെ കമ്പനിയിൽ 2-3 എംപ്ലോയീസേ ഉള്ളൂ. അതിലൊരാൾ ഞാനുണ്ട്, ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ കുറച്ചെങ്ങനെയുണ്ട്. പുള്ളിക്ക് വേറെ ആളോട് ചോദിക്കാനില്ല. സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവെട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജ്, ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ. എനിക്ക് ഗുണം ചെയ്യുന്നത് പൃഥ്വിരാജ് വില്ലനായിട്ട് വരും. പൃഥ്വിരാജിനെ വില്ലനായിട്ട് വിളിക്കുന്നില്ല, പക്ഷേ മാർഗം പോലത്തെ സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ വാവ് സൂപ്പർ. ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട്. ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം. യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോടെന്ന് പറയാം? ബ്രദർ, ഞാൻ പറയാം. ഞാൻ ആക്ച്വലി സിനിമയിൽ എത്തിയത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് നോളജൊന്നുമില്ല. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറുക. എനിക്ക് 2000 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന്. ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ ക്യാൻസൽ ചെയ്യും. ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും. അങ്ങനെ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി. അപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം 2.5 ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും. അപ്പോൾ ഞാൻ 4 മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് 8 ദിവസത്തെ 10 ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരും. ഇത് പിന്നെയും ക്യാൻസലാവും. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല. ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ബേസിക്കലി. എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കിന്, എനിക്ക് 17 വയസ്സായിരുന്നു. ടുഡേ 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ. എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്നാണ്. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഷെരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ 14 ഡിഫൻഡറാണ് പോയത്. ഈ 14 ഡിഫൻഡറിൽ 3 ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് പോകുന്നത്. ഞാൻ ചുമ്മാ പറയാം. പക്ഷേ എൻ്റെ ഭ്രാന്തിന് ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ്, ബ്ലൈൻഡ് കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല. കൂടുതൽ എന്താ പറയുക, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു, ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മളെ AIA സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസാവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷേ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല, നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമ ആകെ ഒരു ടീസറും 2 പോസ്റ്റർ വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യത്തിൽ. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിൽം മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരിക്കും. ഇനി ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് ഐ താങ്ക് ദി എൻറ്റയർ ടീം, മീഡിയാസ്, എല്ലാവർക്കും. ഞാൻ ഇൻ്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ണിമൂന്നിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണിമൂന്നിന് തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന സിനിമയായിരുന്നു. പക്ഷെ മാർക്കോ നല്ല ഹൈപ്പായിരുന്നു, അത് കുറച്ചതായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത്. നിങ്ങൾക്ക് ഒരു പ്രേക്ഷകന് ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ഇനഫ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, അതിന്റെ മുകളിൽ സാധനം പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജി, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് ഷാൻ റഹ്മാന്റെ പാട്ട് ട്രെൻഡിങ് 1-ലാണ്. ഞാൻ 2 വീഡിയോ ഡയറക്ട് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും എന്ന് ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഹനീഫ് 0.20 എന്താ പറയാ 2.0 ഹനീഫ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ്
ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. അതെ അതെ എപ്പോഴും ആക്ഷന് ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല നല്ല ടീം ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വില്ലനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ ഹീറോ ആയിട്ട് വരുന്നത്. അതെൻ്റെ ഒരു പേഴ്സണൽ വാഷിംഗ് കൂടെ വരുന്നു. അത് ഈ സിനിമയിലൂടെ വന്ന് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കംപ്ലീറ്റ് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഇപ്പോൾ UMF ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സിനിമകൾ വിജയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻസൺ ഹസ് ഡൺ ദി ബെസ്റ്റ്. ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ. ഈസ് വെരി സെലക്റ്റീവ്. പക്ഷേ ഇവിടുന്ന് ആൻസണ് നല്ലതുണ്ടാവും. അഭിമന്യു തെലുങ്കൻ സാറിൻ്റെ ഗ്രാൻഡ് സൺ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഇഷാൻ എന്ന് പറഞ്ഞ പുതിയ ആക്ടർ ഇതിൽ വന്നിട്ടുണ്ട്. ധ്രുവ, യുക്തി, കബീർ, ദേവ് ഡൺ ഫെന്റാസ്റ്റിക്. ഇപ്പോൾ എൻ്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന 6-7 ഫൈറ്റ്. ഐ തിങ്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ്. നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കണ്ടവരുണ്ടോ അവിടെ സിനിമ? കണ്ടു ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഏത് ഫൈറ്റാണ് ഇഷ്ടം? കോറിഡോർ അത് ഒറ്റ സിംഗിൾ ഷോട്ടായിരുന്നു. അതെങ്ങനെയാണ് അത് ചെയ്തത്? ഭയങ്കര കലി കിങ്സിന്റെ കൊറിയോഗ്രാഫി, എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ്, അവരുടെ സിങ്ക്, നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇടിപ്പടത്തില് നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ്. ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട്. തിയേറ്റർ സിനിമകൾ, തിയേറ്ററിൽ നിന്ന് ബിസ്ലഡി ഉണ്ടായി. ബിസ്ലഡിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിൻ്റെ മെയിൻ ഒരു ക്യാച്ച് എന്നു പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട് സിനിമ പഠിച്ച ആളൊന്നുമില്ല. പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മേപ്പടിയാൻ തൊട്ടൊരു മാറ്റം വരുത്തി. ഒരു 5-6 വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യുന്നത് ഒരു കിണ്ണങ്ങാച്ച ഐറ്റമായിരിക്കും. ഐ ആം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരു കഥാപാത്രം? സന്തോഷം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽ സാറും വില്ലനായിട്ടൊക്കെ തുടങ്ങിയത്. ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറ്റ് വെരി ക്ലിയർ കട്ട് എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അതേ ചെയ്യും. അതിൽ വേറെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല. ഈ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ എന്താണ് ഈ മാർക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തീരുമാനം എന്തായിരുന്നു? ഉണ്ണി തന്നെ. ഞാൻ ആക്ച്വലി ഒരു ചെറിയ സിനിമ ചെയ്യാവുന്നതാണ്. ഉണ്ണിയുടെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് മാർക്കോയിലേക്ക് എത്തിയത്. പിന്നെ തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറയുന്നത് സൂപ്പർ സ്റ്റാർ ലോഡിംഗ് ആണെന്ന്. അപ്പൊ എനിക്കിപ്പോ വലിയ സന്തോഷമുണ്ട്. ആൾക്കാർ തിരിച്ചതുപോലെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പല കമന്റ്സ് വായിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. പിന്നെ ഹനീഫായാലും എന്താ പറയുക, ഹനീഫിന്റെ വിഷൻ അടിപൊളിയാണ്. എല്ലാവരും കലകിങ്സിനായാലും ചന്ദ്രു ആയാലും എല്ലാവരും ഗംഭീര രീതിയിൽ. മലയാള സിനിമകളുടെ പാറ്റേൺ നോക്കി സെക്കൻഡ് പാർട്ടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഉദ്ദേശിക്കാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും സിനിമ വരിക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ 1-2 സിനിമകളുണ്ട്. ശരിക്കും ഓൾറെഡി ഒരുപാട് സിനിമകളുടെ ഓഫർ വന്ന് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഹനീഫ് നല്ലൊരു സ്റ്റോറി ലൈൻ സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട്. നമ്മളതിൻ്റെ നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലീഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അഗെയിൻ അതൊരു പാക്ക് ആൻഡ് പാക്ക് ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും, സ്റ്റൈലൈസ്.